അപ്പോൾ ഇങ്ങനെ ഇന്നൊരു കിടിലൻ ബിരിയാണിയുടെ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് ഉള്ളിലുണ്ടാവും, അയ്യോ ഇത് നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ റൈസൊക്കെ അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിട്ട് കുളമാവും എന്നൊക്കെ ഒരു ചിന്തയുണ്ടാവും. അതായിരിക്കും എല്ലാവരുടെയും ടെൻഷൻ വീട്ടിലുണ്ടാക്കാൻ പറയുമ്പോൾ. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. ഒരു അടിപൊളി ചിക്കൻ ബിരിയാണി നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഞാൻ ബിരിയാണിക്ക് സാധാരണ ഉപയോഗിക്കുന്നത് ജീരകശാല റൈസാണ്. റൈസ് എടുത്തു, കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചു. എന്നിട്ട് കുറച്ച് ഏലക്ക, അതായത് ഒരു 5-6 അല്ലി ഏലക്ക, കുരുമുളക്, അതുപോലെ ഗ്രാമ്പു ഇത്രയും നന്നായി ചതച്ച് അരി വേവിക്കാൻ വെച്ചേക്കുന്ന പാത്രത്തിലേക്ക്, ഈ പാത്രത്തിലേക്ക് പകുതി പാത്രം വെള്ളം വെച്ചു. അതിലേക്ക് ഈ നമ്മൾ ചതച്ച ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ ബേ ലീഫ് ഇട്ട് കൊടുത്തു. അതിനുശേഷം 1 സ്പൂൺ സോൾട്ട്, അതായത് നമ്മുടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. സാധാരണഗതിയിൽ നമ്മളിത് അരി ചേർത്ത് കഴിഞ്ഞാൽ ഒരു 1/4 വേവ് ആകുമ്പോൾ ഇതിനെ നമ്മൾ ഡ്രെയിൻ ചെയ്തെടുക്കണം. ചോറിന് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കണം. അപ്പം അതങ്ങോട്ട് നടന്നോട്ടെ. ആ സമയം നമുക്ക് ചിക്കൻ റെഡിയാക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചാൽ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് 3 മുഴുവനോട് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാല, ഒരല്പം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ തൈര്, 1 ടീസ്പൂൺ നെയ്യ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ തന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒറ്റ വിസിലേക്ക് ഇട്ട് വേവിച്ചെടുക്കുക. 1 വിസിൽ തന്നെ ധാരാളമാണ്. ബിരിയാണിക്ക് അതാണ് അതിൻ്റെ ഒരു പാകം. ഇത് നമ്മുടെ റൈസും കറക്റ്റ് പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കുക. നമ്മുടെ ചിക്കനും വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് 2 സവോള നല്ല നൈസായിട്ട് കട്ട് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് മൂടി വെച്ചാൽ മതി. 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അതൊന്ന് വെന്തൊന്ന് കുഴഞ്ഞ് കിട്ടും. ആ സമയം നമ്മുടെ ചിക്കൻ വേവിച്ച് മാറ്റി വെച്ചേക്കണം ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കനകത്ത് കുറച്ച് ഗ്രേവി ഉണ്ട്. ആ ഗ്രേവിയോടുകൂടി തന്നെ ഇതിനകത്തേക്ക് നമ്മുടെ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഗ്രേവി ഒന്ന് കുറുകണത് വരെ അതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ റൈസ് നോക്കാം. കണ്ടോ, റൈസ് എല്ലാം കറക്റ്റ് പാകത്തിന് നമ്മുടെ ചോറ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നതിന് ശേഷം ഈ ചിക്കൻ്റെ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കംപ്ലീറ്റ് റൈസും ചേർത്തതിന് ശേഷം നമ്മുടെ നെയ്യിൽ നമ്മുടെ നട്ട്സും ഗ്രേപ്സും ഒക്കെ, ഡ്രൈ ഗ്രേപ്സും ഒക്കെ വറുത്ത് ഇതിൻ്റെ മേലിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതും കൂടെ ആയി കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ഇതിൻ്റെ മേലയിലൊന്നും ഇട്ടിട്ട് വളരെ ലോ ഫ്ലെയിമിൽ, അതായത് നമ്മുടെ സ്റ്റൗവിൽ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇത് വെച്ച് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ മൂടി വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പം നമ്മൾ സാധാരണ ചിക്കൻ ബിരിയാണി ഇങ്ങനെ ആവി കയറ്റി എടുക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ ചിക്കൻ്റെ ഫ്ലേവറും നെയ്യുടെ ഫ്ലേവറും ഒക്കെ ഈ റൈസിലേക്ക് അങ്ങ് കയറി ഒരു അടിപൊളി മണവും വരും. അതിനേക്കാളും നല്ല ടേസ്റ്റും വരും. അപ്പോൾ വളരെ വളരെ സിമ്പിളാണ് നമുക്ക് വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് കണ്ട് ഈ റൈസൊക്കെ ഒട്ടും ഒട്ടിപ്പിടിക്കാണ്ട്